മൂപ്പ ആ ഗേറ്റ് പാസിംഗ് ഇതാ. ഈ ഷിഫ്റ്റ് തരുന്നതിന് എനിക്ക് ലോഡ് കൊണ്ടിറക്കണം. പാസ്സൊക്കെ തരാം. ആ 2 ലോഡ് ഇറക്കി കൊടുത്തതിന്റെ കമ്മീഷൻ കൂടെ അടുത്ത ട്രിപ്പിന് വരുമ്പോൾ തരാമെന്നേ. മൂപ്പന് വയസ്സുകാലത്ത് കാശിന് വലിയ ആർത്തിയാണല്ലോ. എന്റെ പൊന്നു മോനെ, ഞാൻ അത്യാഗ്രഹം കൊണ്ടല്ല കമ്മീഷൻ ചോദിക്കുന്നത്. ഒരു പെണ്ണെന്നുള്ളതിന് വയസ്സ് 20 കഴിഞ്ഞു. ഇവിടുത്തെ ശമ്പളം വിശ്വസിച്ചുകൊണ്ടിരുന്ന അവളുടെ കല്യാണത്തിന് വരെ ഷഷ്ടിപൂർത്തി നടത്തേണ്ടി വരും. ഞാൻ തമാശ പറഞ്ഞല്ലേ, മൂപ്പന് ക്ഷമിച്ചോളാ. ആ രാജുവോ? ഹംസകയോ? നാളെ മൂപ്പന് ആളെ മനസ്സിലായോ? നമ്മുടെ മേനാദ്യത്തിന്റെ മോനല്ലേ? അതെ. രാജു ഇവിടെ ആരെ കാണാമെന്നാ? ഞാനൊരു ജോലി അന്വേഷിച്ച് അലഞ്ഞിരിഞ്ഞ് ഇവിടെയും വന്ന് പെട്ടു. ജോലിയോ? രാജുവിന്റെ പഠിപ്പനുസരിച്ച് പെട്ടെന്ന് ഇവിടെ എന്ത് ജോലി കിട്ടാന്? പഠിപ്പ് വേണ്ടാത്ത ജോലി ആയാലും മതി. 10ാം ക്ലാസ്സുകാരന് ഉദ്യോഗം കിട്ടുമ്പോ ഡിഗ്രിക്കാരൻ തെണ്ടുന്ന കാലമല്ലേ. എന്ത് ജോലിയായാലും ഞാൻ ചെയ്യും. ഹംസക്കാർക്ക് പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാ നിന്റെ പാസ് കയ്യിൽ വെച്ചോ, ഞാൻ വരട്ടെ. ഇവരുടെ സ്ഥിതി മൂപ്പന് അറിയാമല്ലോ. ഹാർബറിൽ ഏതെങ്കിലും സെക്ഷനിൽ ആളെടുക്കുന്നുണ്ടോ? 2 ചരക്കപ്പൽ വന്നിട്ടുണ്ട്. കുറെ ചുമട്ടു തൊഴിലാളികളുടെ സമരത്തിലായതുകൊണ്ട് ചിലപ്പോ കയറ്റാനും ഇറക്കാനും ടെമ്പററിക്കാരെ ആവശ്യം ഉണ്ടാവും. എന്നാൽ എനിക്ക് വേണ്ടി മൂപ്പൻ രാജുവിന് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. നിനക്ക് വേണ്ടിയിട്ടല്ല, കമ്മീഷന് വേണ്ടിയിട്ടാ. ബാബുജി വരട്ടെ. ശരി. എന്താടാ ഇത്? ഒന്നുമില്ല. കോഴി കോഴി ഇത് നമുക്കൊരാൾ തന്നതാ. ഓ പടച്ചോനാണ് സത്യം, ഇത് തന്നതാ. പടച്ചോനും കോഴിക്കും എന്തുവാടാ വേണം? ഒരു ചവിട്ടിയാൻ തന്നാലുണ്ടല്ലോ നാക്കെടുത്ത കള്ളാൻ പറയത്തുള്ളൂ നമുക്ക്. എടാ നീ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയില്ലേ കള്ളസാക്ഷി പറയാൻ? നീ ഇങ്ങനെ നുണ പറഞ്ഞ് ഒരു ദിവസം ആപ്പിലാവും. അപ്പൊ പിന്നെ അംസക്ക കിംസക്ക എന്നും പറഞ്ഞ് വന്നാലുണ്ടല്ലോ അവന്റെ മോന്തയുടെ ഷേപ്പ് നമ്മൾ മാറ്റും. എടാ കോയിന്റെ മോനെ, ഇന്ന് നമ്മൾ അതിന്റെ ഷേപ്പ് മാറ്റും. കോയി കോയി ഇട്ടത് എങ്ങോട്ടാ തനിച്ച്? ഒന്നും പറയണ്ട ബിരാനെ, മോന് പനിച്ചിട്ട് വയ്യ, ആശുപത്രിയിലേക്കാ. ഹലോ, കനലിന്റെ ശേലക്കാ ചൂട്. ആ ബിരാനെ, ഇയാൾ നിന്നോട് വരുമോ? അതിനും തെറ്റാ, നിങ്ങൾ നടന്നോളി. ആ ഒരു ഉപകാരം ചെയ്യണം. ആശുപത്രി ചെന്ന് ഡോക്ടറോട് കാണാവണോ വർത്താനൊന്നും പറയണ്ട. മോന്റെ പനിയെ പറ്റി നമ്മൾ പറഞ്ഞോളാം. നമ്മൾ നുണ പറയുന്ന വിചാരിച്ചിട്ടാ? അതെ, നമ്മളൊന്നും പറയില്ല, നിങ്ങൾ വരി. മോന്റെ സ്ഥിതി ഇപ്പൊ എന്താന്ന് വെച്ചാല് രാവും പകലും ഇല്ലാതെ വായിന്നും പോവാണ്, വയറ്റിന്നും പോവാണ്. അതിന്റെ കൂടെ ഹലാക്കിന്റെ ഒരു പനിയും. പനിന്ന് വെച്ചാലാ ഇപ്പൊ ഇവിടെ പനിയുണ്ടല്ലോ, അതിന്റെ മൂത്താപ്പാന്ന് വെച്ചോളി. ഈ പനിക്കിപ്പോ എന്താ കൊടുക്കട്ടെന്ന് വെച്ചാല് എന്നാ നിങ്ങൾ കൊണ്ട് ചികിത്സോളി. ഇത് 3 നേരം കൊടുക്കണം. ശരി, വരട്ടെ ഡോക്ടർ. ഇതാ നമ്മളിപ്പോ ഇറ്റത്തെ പുറത്തു നിന്നോട്ടെ. ഇപ്പൊ ഡോക്ടർ സാർ, ഡോക്ടർ സാറേ, നമ്മുടെ ഈ പൂവങ്കോഴി അടുത്ത വീട്ടിലെ പെടക്കോഴിയെ കാണുമ്പോ തിരിഞ്ഞോടുക. അതിനൊരു മരുന്ന്. അതിന് മൃഗാശുപത്രി കൊണ്ടുപോകണം. അല്ലാ, മൃഗങ്ങൾക്ക് ഉണ്ട് ആശുപത്രി. അന്നോട് ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇവിടെ ഒന്ന് മുഷിപ്പുണ്ടാക്കരുതെന്ന്. ഇറ്റത്തെ നുണ പറഞ്ഞതല്ല, സൂക്കേടൊന്ന് കൂട്ടി പറഞ്ഞാലല്ലേ ഡോക്ടർക്ക് ശ്രദ്ധ ഉണ്ടാവൂ. ഓ വാ.
നീ ആ ശമ്പളം കൂടുതൽ വേണമെന്ന് പറയുന്നതല്ലേ? നേതാവെന്ന് നോക്കണ്ട, ഇടിച്ച് നട്ടൽ ഒടിച്ചോളയും. ഒന്ന് എളുപ്പത്താ സാറേ, എന്റെ മോൻ ആശുപത്രിയിൽ കിടക്കുക. അവൻ ചാകട്ടോ. ദൈവദോഷം പറഞ്ഞ തലയിൽ ഇടുത്തി വീഴും. വെള്ളം, അയ്യോ വെള്ളം, ഒരൊറ്റ എണ്ണ അല്ലെങ്കിൽ പോരുത്. വെള്ളം, 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 വെള്ളം. ഇവനാര്? മഹാത്മാഗാന്ധി. താൻ പറഞ്ഞുകൊണ്ട് അവനോട് ജോലി കൊടുത്തത്. ഇന്നും അവനോട് ജോലിയില്ല. നീ എന്തായി കാണിച്ചത്? ഞാൻ കാണിച്ചതാണോ തെറ്റ്? ആ കിഴവൻ പിടഞ്ഞു ഭരിക്കുന്ന മൂപ്പൻ കണ്ടതല്ലേ? ഇവിടെ അങ്ങനെ പലതും നടക്കും. അതൊന്നും കണ്ടു നിൽക്കാൻ എല്ലാവരും കൊണ്ടാവില്ല. നമ്മളിവിടെ ജീവിക്കാൻ വന്നതാ. ഇവിടുത്തെ ഏജന്റുമാരുടെ വഴക്കിട്ട് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാ മൂപ്പ? നിനക്കിപ്പോ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. നീ ഇങ്ങോട്ട് വാ. പക്ഷെ ജോലി പോയെങ്കിലും അവൻ ആണത്തുള്ളവൻ. അല്ലെങ്കിൽ പിന്നെ ഏജന്റുമാരെ തല്ലാനുള്ള തന്റെ ഇടം ഉണ്ടാവുമോ? തന്റെ ഉള്ളവരെ കൊണ്ടൊന്നും അവിടെ ജീവിക്കാനൊക്കില്ല. ഒക്കെ തന്തയ്ക്ക് എനിക്കാത്തവന്മാരാ. അപ്പൊ അച്ഛനോ? ഒരു വീക്കാൻ വെച്ചെന്നുണ്ടല്ലോ അസത്തെ അസംബന്ധം പറയുന്നു. അച്ഛൻ ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നത് നിന്നെ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. ആ രാജു അല്ലേ വരുന്നത്? വാവനെ നിനക്ക് 100 ആയുസാ. ഇപ്പൊ പറഞ്ഞല്ലോ നിന്റെ കാര്യം. മോളെ തുളച്ചി രാജുവിന് ചോറ് വിളമ്പ്. ഞാൻ ഉണ്ടിട്ടാ വരുന്നേ. എപ്പോ വന്നാലും രാജേട്ടൻ എങ്ങനെയാ? വിശപ്പുള്ളപ്പോ വാങ്ങിച്ച് കഴിച്ചോളാം. രാജുവിനെ തിരിച്ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസമായിട്ട് ഞാൻ അവരുടെ കാല് പിടിക്കുക. വേണ്ട മൂപ്പ, ഞാനവിടെ വന്നാൽ ഇനിയും കുഴപ്പമുണ്ടാവും. അപ്പോ അനിയനെ കോളേജിൽ ചേർത്തിട്ട് ജോലിയില്ലാതെ നടന്നാൽ എങ്ങനെയാ? ആ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം. അമ്പലത്തിലെ പാൽപ്പായസ ഇന്നെന്താ വിശേഷം? ഇവക്കൊരു പശുവുണ്ട്. ആ പശു പ്രസവിച്ചാൽ ആദ്യത്തെ പാല് കൊണ്ട് അമ്പലത്തിൽ പാൽപ്പായസം കഴിച്ചോളാന്ന് നേർച്ചയുണ്ട്. അതാ. രാജുവിന്റെ കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. ഓ സാരമില്ല മൂപ്പ, എല്ലാം ശരിയാവും. പിന്നെ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും മൂപ്പൻ എന്നോട് കാണിക്കുന്ന സ്നേഹം കൊണ്ടാ വല്ലപ്പോഴും ഞാൻ കാണാൻ പറ്റുന്നു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും അത്യാവശ്യ കാര്യം വന്നാൽ എന്നെ അറിയിക്കാൻ മടിക്കണ്ട. ആട്ടെ. എനിക്ക് പണിക്ക് കയറാൻ നേരായി. ഞാൻ വരുന്നു മൂപ്പ. ഞാൻ ഇറങ്ങാം. വരട്ടെ തുളസി. ഞാൻ പറഞ്ഞ എല്ലാം ഓർമ്മയുണ്ടല്ലോ. പിന്നെ കാണാം.
ഞാൻ വരട്ടെ. രാജുട്ടാ, രാജുട്ടാ, എന്താടാ? എനിക്ക് പറ്റിയ ഒരു കൂട്ടിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തിനാ കള്ളസാക്ഷി പറയണം? അയ്യോ, ആ പണിയൊക്കെ ഞാൻ നിർത്തിയില്ലേ. ഇപ്പോ ഇരട്ടിപ്പിക്കലാ. രാജേട്ടൻ എന്നോട് വാ, പൊരിഞ്ഞ ഗുസ്തിയും കാണാം, കയ്യിലുള്ള കാശ് ഇരട്ടിപ്പിച്ചൊന്നും പോരാ. അതെങ്ങനെ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്ന എന്തിനാ? എന്നൂടെ വന്നാട്ടെ, വാ വാന്നേ. ഇതാണ് ഇരട്ടിപ്പ് സ്ഥലം. ഞാൻ കേട്ടിട്ടുണ്ട്. തട്ടിപ്പ് സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശരി. ഞാൻ പോകുന്നു. നിക്ക്, ഒരു തട്ടിപ്പുമില്ല. 2-3 ദിവസമായിട്ട് വാസു നിർത്തനാ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവന്റെ പേരിലാണ് കെട്ടാൻ പോകുന്നത്. നിങ്ങൾ നോയിക്കോ, ഒരു 100 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. വാസുവിനൊരു 100. തന്റെ തന്നെ വാസു, ഞാൻ പറഞ്ഞില്ലേ. വാസുവിന്റെ പുറത്ത് 12,000 രൂപയുടെ പന്തമുണ്ട്. മറ്റവന്റെ പേരിൽ 1600 ഉണ്ട്. അതുകൊണ്ട് വാസുവോട് തോൽക്കാൻ പറ. കയ്യിലുള്ള കാര്യം പോയിട്ടില്ലേ? എന്താ എന്താ ഇവിടെ ബഹളം? വാസുവിനെ മലപ്പുറം തോപ്പിച്ച നിങ്ങളെ കണ്ണടിച്ച് കാണിക്കുന്ന ഞാൻ കണ്ടു. നിന്നോട് പോകാനാ പറഞ്ഞു. കാശ് കിട്ടാതെ ഞാൻ പോകില്ല. രൂപ 150 ഞാൻ കെട്ടിവെച്ച. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മൈക്കിൾ തോൽപ്പിച്ചാൽ വാസുവിന്റെ പുറത്ത് കെട്ടിവെച്ച പണം നിനക്ക് ഇരട്ടിച്ചു. താൻ കയറോ? കയറാം. അണ കയറ്. ദിവസവും 10,000 രൂപയ്ക്ക് മേൽ വരുമാനമുള്ളൊരു ബിസിനസ്സാണ്. രാജുവിനെ പോലെ ഒരുത്തൻ ദിവസം എങ്ങനെ ജയിക്കാൻ തുടങ്ങി? അധികം താമസിക്കാതെ അവനെ തോൽപ്പിക്കാൻ പോകുന്ന ഒരാളെ കണ്ടുപിടിക്കുന്നുണ്ട് സാർ. ആര് വേണ്ടെന്ന് പറഞ്ഞു? പക്ഷെ ഒന്ന് മനസ്സിലാക്കി, രാജുവിനെ തോൽപ്പിക്കാൻ ഒരുത്തനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം എളുപ്പമല്ല. അതുകൊണ്ട് അവനെ നമ്മുടെ ഭാഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? നിനക്ക് ഗുണമുള്ളൊരു കാര്യം പറയാനാണ്. നീ ദിവസം ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. പക്ഷേ നീ കാരണം ഞങ്ങളുടെ ബിസിനസ്സാണ് തരുന്നത്. അതിന് ഞാനെന്ത് വേണം? നിനക്കിപ്പോൾ കിട്ടുന്നത് വെറും 100 രൂപ മാത്രമാണ്. ഞങ്ങൾ വേണമെങ്കിൽ 1000-2000 തരാം. പക്ഷേ ഞങ്ങൾ പറയുന്നത് പോലെ നീ ഫൈറ്റ് ചെയ്യണം. ബുദ്ധിമുട്ടാ. പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിക്കാൻ എനിക്ക് പറ്റില്ല. രജ്യമ്മേ, രജ്യമ്മേ. നത്തിങ്ങ വാ. ഞാനിപ്പോ ജഡ്ജിയൊന്നും അല്ലെന്ന് അറിഞ്ഞൂടെ? ഞമ്മക്കെന്നും ജഡ്ജിയമ്മ തന്നെയാ. അങ്ങനെ വിചാരിക്കുന്നവർ എത്ര പേരുണ്ട്. മനുഷ്യരായിട്ടുള്ളവരൊക്കെ അങ്ങനെ വിചാരിക്കും. എന്താ ഇത്? 27-ാം തീയതി പലഹാരങ്ങളാ, പത്തിരിയും കോഴിയിറച്ചി. ഇവിടെ ഇതൊക്കെ ആര് കഴിക്കാനാ നസീമേ? എനിക്കാണെങ്കിൽ നല്ല സുഖമില്ല. രാജു എപ്പോ വരുമെന്നോ എപ്പോ പോകുമെന്നോ അറിയില്ല.
അവർക്കൊക്കെ നമ്മൾ വീട്ടിൽ വിളിച്ചു കൊടുത്തോളാം. ഇത് അമ്മ കഴിക്കണം. നസീമ അകത്തേക്ക് വരൂ. വേണ്ട, അവർ ലോറി പോകാൻ നേരാനും പറഞ്ഞ് നിൽക്കുക. നമ്മൾ പിന്നെ വരാം. എന്നാ നിൽക്കുക. ബഹളം നിൽക്കാതെ ഉറങ്ങിക്ക്. ഇതാ മോന് കൊടുക്ക. എന്നാ നമ്മൾ വരട്ടെ. നസീമ, ഫസ്റ്റ് ക്ലാസ് 2 ചായ കൊണ്ടുവാ. ഇന്നലത്തെ കോഴിയിറച്ചിയും പത്രിയും ഉഗ്രനായിരുന്നു. കണ്ണു പിക്കല്ലേ, പെരുന്നാളിന് വെക്കണ നെയ്ച്ചോറ് മോശമായി പോകും. ഓ ചതിക്കല്ലേ മോളെ, പെരുന്നാളിന് നീ വെക്കണ നെയ്ച്ചോറ് തിന്നാലും മതിയാവില്ല. നസീമ ഒന്ന് ചിരിച്ചാൽ തന്നെ വയറ് നിറയുന്ന അംസക്ക പറയാറ്. ഇന്ന് നിങ്ങളുടെ പിള്ളേരൊക്കെ ആ രാജുവിനും പഠിപ്പിക്കാം. പഠിച്ചു വരട്ടെ നസീമ, കുഞ്ഞുങ്ങളല്ലേ. ഓയ് നാണമായോ? അല്ല, സുൽത്താനോടെ പോയി. വടക്കോർത്ത പാണ്ടമായ കിടക്കുന്നുണ്ട്. അതിന്റെ ബാലുമ്മേലാണ് ഇപ്പൊ മൂപ്പരുടെ അഭ്യാസമൊക്കെ. എനിക്ക് ചായ കൊണ്ടുവരാം. ഹലാക്കിന്റെ ഒരു സൈക്കിൾ. അല്ല, എവിടെ വരെ എത്തിപ്പീരാനെ പെരുന്നാളിന്റെ ഒരുക്കമൊക്കെ? ഉഷാറായിട്ട് കിടക്കുന്നുണ്ട്. എടാ തീരാനെ, നീ ഇപ്പോ സൈക്കിളുമേ നടന്നാണോ മോഷണം? ആ രാജു, നാളെ പെരുന്നാളിന്റെ രാവ, നമുക്ക് ഭംഗിയായിട്ട് ആഘോഷിക്കണം. അതിനെന്താ, ഞാൻ റെഡി. നിങ്ങൾ ആദ്യമായിട്ടാണ് പെരുന്നാളിന് ഞങ്ങളോടൊപ്പം കൂടുന്നത്. അതുകൊണ്ട് നമുക്കിത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പെരുന്നാളാക്കണം. ഏറ്റല്ല?